ജാതികളുടെ കാലം എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ ജാതികളുടെ കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. കാരണം അന്ത്യകാലത്തെക്കുറിച്ച് യേശു കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ച സമയത്ത്, "നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്?" എന്നുള്ള ആ ചോദ്യത്തിന് മറുപടിയായി യേശു നൽകുന്ന ആ ഒരു വലിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ജാതികളുടെ കാലം കഴിയുവോളം എന്നുള്ളൊരു കണക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്താണ് ആ ഒരു പദം പ്രത്യേകമായി നമ്മൾ കാണുന്നത്. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയുകയും ചെയ്യും. അതായത് ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയുന്ന ഒരു കാലഘട്ടം, അവരുടെ കാലം തികയുവോളം അത് സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളിന്ന് പഠിക്കുവാനായി പോകുന്ന വിഷയം, ആരാണ് ജാതികൾ? വിശുദ്ധ വേദപുസ്തകം ജാതികൾ എന്നുള്ള പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജെന്റിലസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ജാതികൾ എന്നുള്ള ഒരു പദം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. ജെറോമിൻ്റെ ലാറ്റിൻ വൾഗേറ്റ് എന്നുള്ള ഒരു ട്രാൻസ്ലേഷനിലാണ് ജെൻറ്റൈൽസ് എന്നുള്ള ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. ജെന്റിലസ് എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് അത് പരിവർത്തനം ചെയ്ത സമയത്ത് ജെൻറ്റൈൽസ് എന്നുള്ള പദം അത് രൂപപ്പെട്ടത്. ജെൻറ്റൈൽസ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പീപ്പിൾസ് ഓർ നേഷൻസ് എന്നുള്ളത് മാത്രമാണ് അവിടെ അർത്ഥമാക്കുന്നത്. ജനങ്ങൾ, വംശങ്ങൾ, രാജ്യങ്ങൾ. ഈ ഒരു പദം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ, അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമായ ഒരു ടേമാണ് ജാതികൾ എന്ന് പറയുന്ന ആ ഒരു ടേം. ജാതികളുടെ കാലം തികയുവോളം എന്ന് പറയുന്ന ഒരു കണക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവചനങ്ങളിലും അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ നമ്മൾ ചിന്തിക്കുവാനായി പോവുകയാണ്, ബൈബിളിൽ ജാതികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെയാണ്? വളരെ ലളിതമായി പറഞ്ഞാൽ, യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും ജാതികൾ എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്. ജാതികൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പദമല്ല, വില കുറഞ്ഞ അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന ഒരു ടേമുമല്ല. ജാതികൾ എന്ന് പറഞ്ഞാൽ വംശങ്ങൾ അഥവാ നേഷൻസ്, ജനങ്ങൾ, രാജ്യങ്ങൾ എന്നുള്ളത് മാത്രമാണ് അർത്ഥമാക്കുന്നത്. ആരാണ് യഹൂദന്മാർ എന്ന് നമുക്കറിയാം. അബ്രഹാമിൻ്റെ സന്തതിയായ ഇസഹാക്കിൻ്റെ മകനായിരുന്ന യാക്കോബിൻ്റെ 12 സന്തതി പരമ്പരകളിൽ നിന്നും പുറപ്പെട്ട 12 ഗോത്രങ്ങളിലൂടെയാണ് യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു ജനം, ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം നിലവിൽ വന്നത്. ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രയേലാക്കിയതും യാക്കോബിൽ നിന്ന് പുറപ്പെടുന്നവരെല്ലാവരും ഇസ്രയേലികൾ ആയിത്തീർന്നതും അല്ലെങ്കിൽ യഹൂദന്മാർ ആയിത്തീർന്നതും ബൈബിളിലെ ഒരു കവനന്റിൻ്റെ അല്ലെങ്കിൽ അഥവാ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ സന്ദേശത്തിലും ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, "ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു." അവിടെ വളരെ വ്യക്തമാണ്, നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ, അതായത് ജനിച്ച സമയത്ത് ജാതികളായിരുന്നു, നിങ്ങൾ യഹൂദന്മാർ അല്ലായിരുന്നുവെന്ന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണം നടത്തിയ സമയത്ത് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ജാതികൾ, യഹൂദന്മാർ എന്നുള്ള ഈ ഒരു വലിയ വ്യത്യാസം, അഥവാ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠജനവും ജാതികൾ എന്ന് പറയുന്ന ഒരു ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരും തമ്മിലുള്ള ആ ഒരു വലിയ അന്തരം, അതിനെ നീക്കിക്കളയുന്നതിനു വേണ്ടിയാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ഇരുപക്ഷങ്ങൾക്കും സമാധാനം വന്നിരിക്കുന്നു. വേർപാടിൻ്റെ നടിച്ചുവര് ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. ജാതികളെന്നും യഹൂദന്മാരെന്നും ദൈവസന്നിധിയിൽ വേർതിരിവില്ലാതെ ദൈവസന്നിധിയിൽ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ള സന്ദേശമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിൻ്റെ ബാക്കിയുള്ള വേദഭാഗങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശുക്രിസ്തു നിലവിലുണ്ടായിരുന്ന ജനവിഭാഗങ്ങൾ തമ്മിലുള്ള എല്ലാ ശത്രുതകളെയും വ്യത്യാസങ്ങളെയും ക്രൂശിൽ വെച്ച് തറച്ചു കളഞ്ഞ് എല്ലാവരെയും ഒന്നാക്കി എന്നുള്ള വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാകുന്നത്, "അവൻ ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്കും സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിനുമേൽ പണിതിരിക്കുന്നു." മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ ഇന്ന് നിലവിൽ എല്ലാവരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങൾ പരിപൂർണമായും, പ്രത്യേകിച്ച്
നീതീകരണത്തോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ ഭവനക്കാരാകുന്നുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ മക്കളാകുന്നതിനുള്ള ബന്ധത്തിൽ നിലവിലിരുന്ന എല്ലാ തടസ്സങ്ങളും യേശുക്രിസ്തു മുഖാന്തരം നീക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം ആരെയും ഒരു സ്പെഷ്യൽ ഹ്യൂമൻ റേസായിട്ട് സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ യഹൂദന്മാരെന്ന് ഒരു സെലക്ഷൻ നടന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ നടന്ന സമയത്ത്, അവിടെ ഒരിക്കലും യഹൂദന്മാരുടെ ശ്രേഷ്ഠത കണ്ടുകൊണ്ടോ അവരുടെ രക്തം വ്യത്യസ്തമായതുകൊണ്ടോ അവരുടെ തൊലി വ്യത്യസ്തമായതുകൊണ്ടോ അല്ല, ബാക്കിയുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു ജനതയെ അവരുടെ ഒട്ടും ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ദൈവം അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. ഭൂതലത്തിൽ എങ്ങ് കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ദൈവമാണ് എല്ലാവരെയും ഉണ്ടാക്കിയത്. ദൈവം ആരെയും വേർതിരിവില്ലാതെ ഒരു മനുഷ്യനിൽ നിന്നാണ് ഇവരെ എല്ലാവരെയും പുറപ്പെടുവിച്ചതെന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നതിനാൽ ഇതൊരു റേഷ്യൽ ഇഷ്യൂ അല്ല, ഇതൊരു വംശത്തിൻ്റെ ഒരു മേൽക്കോയ്മയുടെയും മറ്റു വംശങ്ങളുടെ താന്ന നിലവാരത്തിൻ്റെയും ഒരു ഡിസ്കഷനല്ല. അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം ജാതികളെയും യഹൂദന്മാരെയും വേർതിരിക്കുന്നത്. അവരെ വാഗ്ദത്തത്തിൻ്റെ ജനമായി മറ്റുള്ളവരിലേക്ക് അനുഗ്രഹം പകരുന്നതിനു വേണ്ടിയുള്ള ഒരു ചാനലായി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ മാത്രം രക്ഷ അല്ല, വളരെ വ്യക്തമാണ്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എല്ലാവരും ഒരുപോലെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടിയും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുന്നതിനു വേണ്ടിയുമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. യഹൂദന്മാരെന്നോ ജാതികളെന്നോ നേഷൻ എന്നുള്ള ഒരു വിഭജനം അവിടെയില്ല. അപ്പോൾ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? നേഷൻസ് എന്ന് പറയുമ്പോൾ, ജാതികളെന്ന് പറയുമ്പോൾ അവരെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമേ അല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് യഹൂദന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. യഹൂദന്മാർ മാത്രമല്ല, ഈ ഭൂമിയിൽ ആരെല്ലാം തൻ്റെ പുത്രനിലൂടെ രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു അവരെ എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. നാം എല്ലാവരും ഒരുപോലെ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അംഗമായി തീരുന്നു, ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു. ഒരുപോലെ നീതീകരണവും ദൈവസന്നിധിയിൽ വിശുദ്ധീകരണവും തേജസ്കരണത്തിനു വേണ്ടിയും നമ്മളെ മുന്നൊരുക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യഹൂദന്മാരിലും ജാതികളിലുമൊക്കെ ആര് ഏത് സമയത്ത് വാഴണമെന്നുള്ളതും നിശ്ചയിക്കുന്നത് ദൈവം തന്നെയാണ്. ദാനിയേലിൻ്റെ പ്രവാചക പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിൻ്റെ മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിൻ്റെ മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടെ ഇരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യവും വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭൂതലത്ത് ഏത് രാജ്യം ഏത് സമയത്ത് വാഴണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണ് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. ആര് ഭരിക്കണം എന്ന് പറയുന്ന സമയത്ത് ദൈവം നിശ്ചയിച്ച ജാതികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യമായി നമ്മളവിടെ കാണുന്നത് ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യമാണ്. രണ്ടാമതായതിനു ശേഷം വരുന്നത് മേദിയ പാർസ്യ സാമ്രാജ്യമാണ്. അതിനുശേഷം വരുന്നത് ഗ്രീക്ക് സാമ്രാജ്യമാണ്. അതിനുശേഷം റോമൻ സാമ്രാജ്യം. അതിനുശേഷം ഇടകലർന്ന ഒരു ഭരണകൂടം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നും, അതുമാത്രമല്ല നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന അനേകം സാമ്രാജ്യങ്ങളുണ്ട്. ഓട്ടോമൻ സാമ്രാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യവും, അങ്ങനെ എത്രയോ സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയെ വാണിരിക്കുന്നു. ഏറ്റവും അവസാനം എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഭരണകൂടവും ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സാമ്രാജ്യങ്ങൾ ലോകത്തെ മുഴുവനും ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം ആകുന്ന സമയമാകുമ്പോഴേക്കും യെരുശലേമിലും ഇസ്രയേലിലും ഈ ജാതികളാകുന്ന മറ്റുള്ള വംശങ്ങൾ അഥവാ സാമ്രാജ്യങ്ങൾ യെരുശലേമിലേക്ക് ഒരു ആധിപത്യവുമായി കടന്നു വരും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യെരുശലേമിനെ പിടിച്ചടക്കുന്ന ഒരു സീന് നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാനായി പോവുകയാണ്. എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഭരണ കാലഘട്ടത്തിലായിരിക്കും അത് സംഭവിക്കുവാൻ പോകുന്നത്. വളരെ വ്യക്തമായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അവസാന കാലം ആകുമ്പോഴേക്കും യെരുശലേമിനെ
പിടിച്ചടക്കുവാൻ ചവിട്ടിമെതിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ കൈവശമാക്കുന്നതിനു വേണ്ടി ജാതികളുടെ ഒരു വലിയ എരമ്പൽ അവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളാണ് നമ്മളവിടെ വായിക്കുന്നത്. അവൻ പറഞ്ഞതോ, 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-മതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തീർത്ത് കളയും. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുൻപിലെത്തവനോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ചകളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. 3.5 വർഷത്തെ പ്രധാനമായും അവസാന സമയത്ത് എതിർ ക്രിസ്തുവിൻ്റെ ആ കാലഘട്ടത്തിൽ 7 വർഷത്തെ മുഴുവൻ ഭരണകാലഘട്ടത്തിൻ്റെ അവസാനത്തെ 3.5 വർഷം യഹൂദന്മാരുടെ മേൽ അവർ പരിപൂർണമായും ഞെരിഞ്ഞമരുന്ന രീതിയിൽ എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ജാതികളുടെ ഒരു വലിയ ഒരു ആധിപത്യം സ്ഥാപിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഹൂദന്മാർ എത്രയെല്ലാം പരിശ്രമിച്ചാലും, യഹൂദന്മാർ എത്രയെല്ലാം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ സമയം മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുത്തെന്ന് പറഞ്ഞാലും ശരി, ജാതികൾ അവരെ ചവിട്ടിക്കളയും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ജാതികൾ യഹൂദന്മാരെ ഇപ്രകാരം പിടിച്ചുവെക്കും, അല്ലെങ്കിൽ ആ യഹൂദന്മാരുടെ നഗരങ്ങളെ പ്രത്യേകിച്ച് യെരുശലേമിനെയും ഇസ്രയേലിനുമൊക്കെ ചവിട്ടിക്കളയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്? ഇതിൻ്റെ എല്ലാം ആരംഭമായ ദൈവം അവർക്ക് വാഗ്ദത്ത വചനങ്ങളും നിയമങ്ങളുമൊക്കെ കൊടുത്ത സമയത്ത് ദൈവം അവരോട് പറഞ്ഞ അനുഗ്രഹവും ശാപവും ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുമെന്നും, എന്നാൽ നിങ്ങൾ ഈ വചനം വിട്ടുമാറി അനുസരണക്കേട് കാണിച്ചാൽ ജാതികൾ നിങ്ങളുടെ മേൽ വാഴുമെന്നും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 42 മുതലുള്ള വാക്യങ്ങൾ ഒരു വലിയ പോർഷൻ തന്നെയാണ്. അതിൻ്റെ ചില വേദഭാഗങ്ങൾ നമ്മൾ വായിക്കാം. 47 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പെട്ടെന്നൊന്ന് വായിക്കാം. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിൻ്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയത്തോടും സേവിക്കായക കൊണ്ട് യഹോവ നിൻ്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവർ നിൻ്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വെക്കും. യഹോവ ദൂരത്ത് നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിന്റെ മേൽ വരുത്തും. അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി, വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതി. നീ നശിക്കും വരെ അവർ നിന്റെ മൃഗഫലവും നിന്റെ കൃഷിഫലവും തിന്നും. അവർ നിന്നെ നശിപ്പിക്കും വരെ ധാന്യമോ വീഞ്ഞോ എണ്ണയോ നിന്റെ കന്നുകാലികളുടെ പേറോ ആടുകളുടെ പിറപ്പോ ഒന്നും നിനക്ക് ശേഷിപ്പിക്കുകയില്ല. നിന്റെ ദേശത്ത് എല്ലായിടവും നീ ആശ്രയിക്കുന്ന ഉയരവും ഉറപ്പുമുള്ള മതിലുകൾ വീഴും വരെ അവർ നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ നിരോധിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന നിന്റെ ദേശത്ത് എല്ലായിടവുമുള്ള നിന്റെ എല്ലാ പട്ടണങ്ങളിലും അവർ നിന്നെ നിരോധിക്കും. ഇതിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ പാർഷ്യലി അത് നടന്ന കാര്യം തന്നെയാണ്. കാരണം യഹൂദന്മാർ എത്ര നാളുകളായി സാമ്രാജ്യങ്ങളുടെ കീഴിൽ ഞെരിഞ്ഞമരുന്ന ഒരു ജനത തന്നെയാണ്. 1948 വരെ അവർക്ക് സ്വന്തമായി അവരുടെ ഒരു ഭൂമി പോലും ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നത്. 1948 ശേഷവും 1967 ശേഷവുമൊക്കെ യഹൂദന്മാർക്ക് അവരുടെ ഭൂമി തിരികെ കിട്ടിയെങ്കിലും ഇപ്പോഴും യഹൂദന്മാർ ജാതികളുടെ കീഴിൽ തന്നെയാണ്, അല്ലെങ്കിൽ ജാതികൾ ചവിട്ടിക്കളയുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ള വംശങ്ങൾ ചവിട്ടി നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് യെരുശലേം എന്ന് പറയുന്നത്. ഇനിയും അതിൻ്റെ കൂടുതൽ വേഴ്സായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുവാനായി പോവുകയാണ്. ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയുന്ന ഒരു കാഴ്ച നമ്മുടെ മുൻപിൽ അത് കാണുവാനായി പോവുകയാണ്. എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലായിരിക്കും അത് നടക്കുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്ന് ഇസ്രായേൽ നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളും അത് പരിപൂർണമായിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക്, പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യത്തിലേക്കല്ല അത് കൊണ്ടുപോകുന്നതും അത് അവസാനിക്കുവാൻ പോകുന്നതും. യഹൂദന്മാരെ ചവിട്ടിക്കളയുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി അവർ അനുതാപത്തോടുകൂടെ വരുന്നിടം വരെയും, അവരുടെ അനുസരണക്കേടിൽ നിന്ന് അവർ റിപ്പൻറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ വരുന്നിടം വരെയും അവരുടെ മേലുണ്ട് എന്നുള്ളത് തന്നെയാണ് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അത് എന്നുവരെ സംഭവിക്കുമെന്നുള്ളതും വളരെ വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവസാനമായി നടക്കുന്നൊരു കാര്യം, അതായത് ഇതുവരെയും ഭൂമിയിൽ നേരിടാത്ത വലിയ കഷ്ടകാലം, അതായത് യെരുശലേം ഇതുവരെയും നേരിടാത്ത ഒരു കഷ്ടകാലം, യാക്കോബിൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറയുന്ന കഠിനമേറിയ പീഡനത്തിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ.
ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഉണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ ദൈവം ഒരു സമയക്ലിപ്തതയിൽ ചുരുക്കി വെച്ചിരിക്കുകയാണ്. അതെ, പ്രധാനമായും അവസാനമായി നടക്കുവാനുള്ള അന്ത്യകാല ക്ലൈമാക്സ് ഇവൻറ്റുകളെ ദൈവം ചുരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി യഹൂദന്മാരുടെ മേലുമുണ്ട്. യഹൂദന്മാരെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല. യഹൂദന്മാരെ ഒരു ജനമായി അവരെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ ദൈവസന്നിധിയിലേക്ക് റെസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി യഹൂദന്മാരോട് പറഞ്ഞിട്ടുള്ള ന്യായപ്രമാണത്തിൻ്റെ കവനൻ്റെ വിധികളുടെ അല്ലെങ്കിൽ ആ ഒരു നിയമത്തിൻ്റെ ഒരു ക്ലോസ് തന്നെയാണ്. അതും സംഭവിക്കുക തന്നെ ചെയ്യും. യഹൂദന്മാർ പരിപൂർണമായും ദൈവസന്നിധിയിൽ ഒരു രാജ്യമായി റെസ്റ്റോർഡ് ആകപ്പെടുക തന്നെ ചെയ്യും. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നതും ഇതിനെ നിയന്ത്രിക്കുന്നതും യേശു ക്രിസ്തുവാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ്, ഒരു യഹൂദനായി ഈ ഭൂമിയിൽ പിറന്ന് മനുഷ്യൻ്റെ പാപത്തെ തൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നതിനു വേണ്ടി താൻ മനുഷ്യരുടെ ഒരു പ്രതിനിധിയായി, പാപമുള്ള മനുഷ്യൻ്റെ പ്രതിനിധിയായി ക്രൂശിൽ മരിക്കുന്നതിനു വേണ്ടി തൻ്റെ ജീവനെ സമർപ്പിച്ച യേശു ക്രിസ്തു, സകല മനുഷ്യരുടെയും റെപ്രസെൻറ്റേറ്റീവായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യന് നീതീകരണം പ്രാപിക്കുന്നതിനു വേണ്ടി യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ആ യേശു ക്രിസ്തു ഇപ്പോൾ ജാതികളാകുന്ന നമ്മളെയും വംശങ്ങളിലുള്ള സകലരെയും ആ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള ആ വലിയ പ്രയത്നത്തിലാണ്. യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, അവസാനം വരെയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ മുട്ടിമുട്ടി ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനെങ്കിലും തങ്ങളുടെ ഹൃദയത്തെ തുറന്ന് ദൈവസന്നിധിയിലേക്ക് വരുന്നതിനു വേണ്ടി യേശു ദൈവത്തിൻ്റെ ഭവനത്തിൽ ആൾക്കാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യമത്തിലാണ്, ദൗത്യത്തിലാണ് യേശു ക്രിസ്തു ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് യഹൂദന്മാരുടെയും മശിഹയായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടുവാനായി പോവുകയാണ്. യേശു ക്രിസ്തു യഹൂദന്മാരെ മശിഹയായി അവരെ അവരുടെ അതിക്രമങ്ങളിൽ നിന്നും അവരുടെ ശത്രുക്കളിൽ നിന്നും അവരെ വിടുവിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, വരുവാനുള്ള കാലഘട്ടം യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടമാണ്. ജാതികളുടെ കാലം അവസാനിക്കുന്നത്, യഹൂദന്മാരുടെ സുവർണകാലം തുറക്കുവാനായി പോകുന്നത് യേശു ക്രിസ്തു ആകുന്ന മശിഹയുടെ വരവോടുകൂടിയായിരിക്കും. യേശു ക്രിസ്തു സകലരും കാണത്തക്ക രീതിയിൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുവാനായി പോവുകയാണ്. സകലരും, യഹൂദന്മാരും ജാതികളും എല്ലാവരും കാണത്തക്ക രീതിയിൽ സകല മുട്ടും മടങ്ങും, സകല നാവും ഏറ്റുപറയും, അതെ, യേശു ക്രിസ്തു മാത്രമാണ് കർത്താവെന്ന്. എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങളുടെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രെയിനുണ്ട്. ആ ബ്രെയിൻ എന്ന് പറയുന്നത് പിശാചിൻ്റെ ബ്രെയിൻ തന്നെയാണ്. കാരണം ഈ ജാതികളെല്ലാവരും അതെ ഈ ഭൂമിയെ ഭരിക്കുന്നതിനു വേണ്ടി, കൊള്ളയിടുന്നതിനു വേണ്ടി, ഭൂമിയിലുള്ള മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി ഭരണങ്ങൾ നിയന്ത്രിക്കുന്ന സമയത്ത് പിശാചും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം തന്നെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും നല്ല തീരുമാനങ്ങൾ അവർ എടുക്കുന്നതിന് വേണ്ടി. എന്നാൽ ഈ ജാതികളുടെയും രാജ്യങ്ങളുടെയും എല്ലാം അതിക്രമങ്ങളെയും അവരുടെ വമ്പുകളെയും എല്ലാം പിശാച് ഏറ്റവും അവസാനം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ കീഴ്മേൽ മറിക്കുന്നതിന് വേണ്ടിയും യേശു ക്രിസ്തുവിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി യെരുശലേമിലേക്ക് സകല ജാതികളും ഒരുമിച്ച് കൂടും. യെരുശലേമിനെ തകർക്കുന്നതിന് വേണ്ടി എന്നുള്ള നിലയിലാണ് ഈ ജാതികൾ ഒരുമിച്ച് കൂടുന്നതെങ്കിലും യേശു ക്രിസ്തുവിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് പിശാച് ഇവരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നത്. ആ സമയമാണ് യേശു ക്രിസ്തു രാജാവും കർത്താവുമായി ഈ ഭൂമിയുടെ മേൽ ഇസ്രയേലിലെ മെഗുദ്ദോ താഴ്വരയിലേക്ക് ഇരച്ചു വരുന്ന ലോകജാതികളെ മുഴുവനും ഹർമഗദോൻ എന്ന് പറയുന്ന അവസാനത്തെ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകൻ്റെയും പിശാചിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ആ ഒരു ഭൂമിയിലെ യുദ്ധത്തിൻ്റെ നടുവിലേക്ക് യേശു ക്രിസ്തു രാജാവും കർത്താവുമായി ഇറങ്ങി വരും. യേശു ക്രിസ്തു പിശാചിനെയും എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നശിപ്പിച്ച് ഈ ഭൂമിയുടെ ഭരണചക്രത്തെ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ആ പരമപ്രധാനമായ പദ്ധതി എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യെരുശലേം ഫൈനൽ യുദ്ധത്തിൻ്റെ വേദിയായി തീരും. ആ യുദ്ധത്തിൻ്റെ വേദിയായി തീരുന്നതിനു വേണ്ടി ജാതികൾ അവിടെ നിന്ന് മാറി നിൽക്കുകയല്ലേ ചെയ്യുന്നത്. ജാതികൾ അവിടേക്ക് ഇരമ്പി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുവാനായി പോവുകയാണ്. എന്നാൽ അതിലും ശ്രേഷ്ഠകരമായ കാഴ്ച എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജാതികളുടെ ഭരണകൂടത്തെ കീഴ്മേൽ മറിച്ച് ജാതികളുടെ മേൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും സാത്താനെയും നശിപ്പിച്ചതിനു ശേഷം സാത്താനെ ബന്ധിക്കുന്നു, എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീപ്പൊഴിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം യേശു ക്രിസ്തു ഈ ഭൂമിയുടെ ഭരണചക്രം ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ അതിനുള്ളിൽ ഒരു ഭാഗവാക്കാകുന്നതിനു വേണ്ടി ഒരു സുവർണാവസരം നൽകുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ജാതികൾ ഈ ഭൂമിയിൽ ഒരുങ്ങുകയാണ്, അതേസമയം യഹൂദന്മാർ അവരുടെ റിപ്പൻറ്റൻസിന് വേണ്ടി തയ്യാറാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ ഹൃദയത്തിൽ
യേശു ക്രിസ്തു ഉണ്ടോ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സ്വീകരിക്കുവാനൊരു അവസരം ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തെ മുതലാക്കുക, ഈ ഒരു അവസരത്തെ എടുക്കുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. വരുവാനുള്ള രാജ്യത്തിൽ യേശു ക്രിസ്തുവിനോട് കൂടെ വാഴുന്നതിന് വേണ്ടി ഒരു വലിയ ഭാഗ്യവും കൃപയും ദൈവം നമുക്കങ്ങനെ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നുള്ളം ജീവിക്കും